ഒറ്റയ്ക്ക് പോകാം, പോലീസിൻ്റെ കാറിൽ പോകാം. എനിക്കവിടെ പോകാൻ കുടുംബാംഗങ്ങളെ കാണാൻ അനുവാദം തരണം. അതുപോലും അവർ അനുവദിച്ചില്ല. അവസാനം ഞങ്ങളവിടെ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവസാനം അവർ പിന്നീട് വന്നിട്ട് പറഞ്ഞു 6-ാം തീയതിക്ക് ശേഷം താങ്കൾക്ക് പോകാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ ഇപ്പം അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു മറ്റൊരു കാരണം കൂടെയുള്ളത്, ഞങ്ങൾ അവിടെ തടഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തു. ഞങ്ങളവിടെ റോഡിൽ ഞങ്ങൾ ആ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞങ്ങളുള്ളത്. റോഡ് ഗതാഗതം സുഗമമായി പോകാറുണ്ട്. പക്ഷേ അവർ ട്രാഫിക് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കുറ്റക്കാരാക്കാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് കൂടി കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ പോലീസിൻ്റെയും അവരുടെയും ഈ കാര്യം 6-ാം തീയതി കഴിഞ്ഞ് പോകാനുള്ള കാര്യം അനുസരിച്ചിരുന്നത്. പിന്നെ ആലപ്പുഴയിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുട്ടികൾ 5 കുട്ടികൾ മരിക്കും, 3 കുട്ടികൾ വളരെ ഗുരുതരാവസ്ഥയിൽ ചെയ്യണം. അപ്പോൾ സർക്കാർ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ ചികിത്സാ ചെലവ് വഹിക്കണം. അതിഗുരുതരമായിട്ടാണ് 3 കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ദുരന്തമായിപ്പോയി. ഏറ്റവും കൂടെ പ്രതീക്ഷ അർപ്പിച്ച, രാജ്യം തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന 5 പേരാണ് നഷ്ടപ്പെട്ടത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ 1-ാം വർഷം. സത്യത്തിൽ ആ കുടുംബം എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് അവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. നാടും വളരെ പ്രതീക്ഷയോടെ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇതെല്ലാം മെറിറ്റിൽ കടന്നു വന്ന കുട്ടികളാണ്. എൻട്രൻസ് പരീക്ഷ എഴുതി ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ജയിച്ചവരാണ് ആലപ്പുഴയിൽ സാധാരണ വരാറുള്ളത്. അത്രയും മെറിറ്റോറിയസ് ആയിട്ടുള്ള നല്ല കുട്ടികൾ ഏറ്റവും അപകടം ഉണ്ടായി, ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായി. അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ 2-3 പേരുടെ നില വളരെ ക്രിട്ടിക്കലാണ്. ഒരാളെ ഇന്നും എറണാകുളത്തേക്ക്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോട് സംസാരിക്കുകയുണ്ടായി, എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അമൃതയിലേക്ക്. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കേരളം ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞ് ഇത്തരം ക്രിട്ടിക്കൽ കെയറിൻ്റെ കാര്യത്തിൽ സർക്കാർ ആശുപത്രികൾക്ക് എത്രമാത്രം പരാധീനതയുണ്ട് എന്നുള്ള തെളിവാണ് നമ്മൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത്. അവിടെ ഗവൺമെൻറ് ആ കുടുംബത്തിൻ്റെയും ആ കുട്ടികളുടെയും പൂർണ്ണ ചിലവും, ചികിത്സാ ചിലവ്, അത് അവർ പരിപൂർണമായിട്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നവരെ വഹിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ചിട്ട് ട്രോമോ കെയർ യൂണിറ്റുകൾ ശക്തമാകേണ്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ദേശീയപാതയിലുള്ള മെഡിക്കൽ കോളേജുകൾ. അതിന് ആവശ്യത്തിനുള്ള കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർ പോലും ഇല്ല ആലപ്പുഴയിൽ. ഇത് തന്നെ മെഡിക്കൽ ഡോക്ടർമാരായതുകൊണ്ട് സത്യത്തിൽ മറ്റെല്ലാ ഡോക്ടർമാരും വന്ന് ചികിത്സ നടത്തുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ എമർജൻസി കെയർ ശക്തിപ്പെടുത്താനുള്ള സംവിധാനം, അത് കാഷ്വാലിറ്റികൾ പൂർണ്ണമായിട്ടും എക്വിപ്പ് ചെയ്യാൻ, അതായത് മാൻ പവർ കൊണ്ട് എക്വിപ്പ് ചെയ്യാനുള്ള സംവിധാനം, അനസ്തേഷ്യ വിഭാഗം പൂർണ്ണമായിട്ട്, ഇതൊന്നും സത്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടക്കമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അവരുടെ പരിപൂർണമായിട്ടും ചികിത്സ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടാനുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലെങ്കിലും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ വയനാട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് എംപിമാരെ കൂടിക്കാഴ്ച, ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിവേദനം നൽകുകയും ചെയ്തു. എന്താണ് അവരുടെ ഒരു നിലപാട്? അല്ല, ഞങ്ങൾ എല്ലാ എംപിമാരും, കേരളത്തിലെ എംപിമാർ ആഭ്യന്തരമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. പ്രിയങ്ക ഗാന്ധിജി നിവേദനം ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. പ്രിയങ്ക ഗാന്ധി അവിടെ വിശദമായിട്ട് വയനാട്ടിലുണ്ടായ ദുരന്ത വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. അതായത് ഇത്രയും 3 വാർഡുകളിലേ ബാധിച്ചിട്ടുള്ളെങ്കിലും അത് സമാനതകളില്ലാത്ത വണ്ണമുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു എന്ന് അവിടെ പോയവർക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ കുടുംബങ്ങളിലിപ്പം ഒരു കുട്ടി മാത്രമുണ്ട്, ബാക്കി എല്ലാവരും പോയി. അങ്ങനെയുള്ള സങ്കടങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസം 4 മാസമായിട്ടും ഒരു ഉറപ്പും നൽകാൻ പറ്റുന്നില്ല. എന്താണ് അവരുടെ പുനരധിവാസ പാക്കേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻറ്ററിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെൻറ്റർ ഇതുവരെ കാര്യമായ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുറൽ ആയിട്ട് പ്രഖ്യാപിച്ചാൽ മറ്റുള്ളവർക്കും സഹായങ്ങൾ കൂടി നൽകാൻ പറ്റും, മറ്റു രാജ്യങ്ങളിലും സഹായങ്ങൾ കിട്ടും. അത് പ്രഖ്യാപിക്കണം. സെൻട്രൽ ഗവൺമെൻറ് ആവശ്യമായ സഹായം. അപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് നാളെ വൈകുന്നേരമോ മറ്റന്നാളോ ആയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, ഇതുവരെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞതാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം നാളെ വൈകുന്നേരത്തോടുകൂടി അറിയിക്കും, ഞങ്ങൾ എംപിമാരെ അറിയിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് എംപിമാരുടെ സംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് വയനാട്ടിന് കൃത്യമായ സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെടാൻ എത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ.